പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ഇറാന്റെ എണ്ണ വ്യവസായ മേഖല നേരിടുന്നത് കടുത്ത പ്രതിസന്ധികളാണ് എന്ന വാർത്തയാണ്. ഇറാനെതിരെ ഉപരോധത്തിന് പിന്നാലെ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ കയറ്റുമതി പൂർണ്ണമായും തടസ്സപ്പെട്ട നില ഇറാനിലുണ്ട്. ഇത്തരത്തിൽ ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും നിർത്തിവെക്കുന്നതിലൂടെ വലിയ തോതിലുള്ള എണ്ണ ഇറാനിൽ കുമിഞ്ഞുകൂടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 90% കൈകാര്യം ചെയ്യുന്ന ഖാർഗ് ദ്വീപിലെ സംഭരണശാലകൾ പൂർണ്ണമായും നിറഞ്ഞ പശ്ചാത്തലമാണ്. ഇതുകൊണ്ട് ക്രൂഡ് ഓയിൽ ശേഖരിക്കാൻ പുതിയ വഴികൾ തേടുകയാണ് ഇറാൻ. പഴയ ടാങ്കർ കപ്പലുകളെ ഇപ്പോൾ നിലവിൽ ഇറാൻ ഉപയോഗിക്കുന്നു എന്ന അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിലാണ് 30 വർഷത്തോളം പഴക്കമുള്ള നാഷ എന്ന എണ്ണക്കപ്പൽ വീണ്ടും ഉപയോഗിക്കുന്നത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഈ ടാങ്കർ ഇപ്പോൾ കടലിൽ എണ്ണ സംഭരിക്കാനുള്ള സംവിധാനമാക്കി ഇറാൻ മാറ്റിയിരിക്കുകയാണ്. അജയ്, ഇത്തരത്തിൽ ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും അമേരിക്ക നിയന്ത്രിക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. മറ്റൊന്ന്, ഇറാനുമായി സഹകരിക്കുന്ന മറ്റു രാജ്യങ്ങളെ ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഇറാനെ പൂർണ്ണമായും തകർക്കാനാകില്ല എന്ന് ഇപ്പോൾ കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലത്ത് പുതിയ ചില നടപടികളിലൂടെ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. തീർച്ചയായിട്ടും ഇത്തരം ചില നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇറാൻ എത്രത്തോളം സമ്മർദ്ദത്തിലായി എന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാനാകില്ല. കാരണം ഇറാനിലുള്ള എല്ലാ നയതന്ത്ര ഉദ്യോഗസ്ഥരാണെങ്കിലും നിലവിൽ അമേരിക്കയുമായി സഹകരിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇറാന്റെ നിബന്ധനകൾ US അംഗീകരിച്ചാൽ മാത്രം ചർച്ച എന്നാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് US-ന്റെ ഉപരോധത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല ഭീഷണികളിലാണെങ്കിലും ഇറാൻ അങ്ങനെ US അവകാശപ്പെടുന്ന അത്രത്തോളം സമ്മർദ്ദത്തിലായിട്ടില്ല. എന്നാലും ഇറാനുള്ളിൽ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അത് കാരണം തന്നെയാണ് ഈ ഹോർമുസ് കടലിടുക്കിൽ US ഉപരോധം വന്നതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുകൊണ്ടുള്ള ഒരു നടപടിക്ക് ഇറാൻ തുനിഞ്ഞത്. അതിന് പിന്നാലെയാണ് പല രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ഉൾപ്പെടെ ആക്രമണം നടത്തുകയും ഹോർമുസിൽ ടോൾ പിരിവ് നിലവിൽ വരുത്തുകയും അതുപോലെ ഈ ഹോർമുസ് കടലിടുക്കിൽ IRGC നിർദ്ദേശിക്കുന്ന പാതയിലൂടെ കപ്പലുകൾ യാത്ര ചെയ്യണമെന്ന് ഇറാൻ നിർദ്ദേശിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായത്.